കോസ്റ്റ്യൂമിന് 25,000 രൂപ ഇട്ടേക്കണ്. എൻ്റെ മച്ചമ്പി ഈ പദയാത്രയ്ക്ക് രഥയാത്രയ്ക്ക് വരുന്ന ബംഗാളികൾക്കല്ല വെള്ളമുണ്ടും ഷർട്ടും മച്ചമ്പി അല്ലേ കൊടുക്കുന്നേ. ഇത് കളറാക്കി കൊടുത്താൽ പോരെ? അല്ല വേണ്ട. കോസ്റ്റ്യൂമിന് എൻ്റെ വേറൊരാളുണ്ട്. പുള്ളി ആകുമ്പം കഞ്ഞിയും പയറും ഇല്ല, പയറും കൊടുക്കണ്ട. കഞ്ഞി പുള്ളി കുടിച്ചോളും, പയർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളും. ഒരു മുരളി എന്ന് പറഞ്ഞിട്ട് രക്ഷയുണ്ട്, പാവ. പുള്ളി കിടന്നോളും. ഇടയ്ക്ക് ചെറുതും കൂടെ കൊടുത്താൽ പണിയെല്ലാം അറിയാം, എല്ലാം ചെയ്തോളും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ആർട്ടിന് 1,00,000 രൂപ. ആർട്ട് ഇപ്പം പിന്നെ നമ്മുടെ തങ്കം ചേട്ടത്തേക്ക് അത്യാവശ്യം ആർട്ട് വർക്ക് അറിയാം. ക്രിസ്മസിന് ഇവിടെ പുൽക്കൂട് പണിഞ്ഞതാരാ? എന്നാലും സിനിമയല്ലേടാ, സിനിമയ്ക്കൊന്നും അത് പറ്റില്ല. എൻ്റെ മച്ചമ്പി ക്ലീറ്റോ മച്ചമ്പി എടുക്കുന്ന സിനിമയ്ക്കകത്ത് തങ്കം ചേട്ടത്തെ ആർക്ക് ചെയ്ത ഒരു സിനിമ കുടുംബം മൊത്തം സിനിമയിൽ കയറുമല്ലേ? വേറെ പ്രശ്നമുണ്ട്. ഈ സിനിമ അവസാനം നീ ഉള്ള ആൾക്കാരുടെ നെയ്യാറ്റങ്ങനെ കാട്ടാക്കടയുള്ള ആളുകൾ കണ്ടാൽ പോരാ. ഇത് നമ്മൾ നാട് മുഴുവനും കാണുന്ന സിനിമ ഓടണ്ടേ? സിനിമയുടെ പേരെന്തിനാണ്? അത് കൃഷ്ണമണിയും കിഡ്നിയും കൃഷ്ണമണിന്നാണ്. അതെ. കിഡ്നിയുടെയും കൃഷ്ണമണിയുടെയും ചികിത്സ ചെയ്യുന്ന എല്ലാ ആശുപത്രികളും നമ്മൾ വെള്ള തുണി കെട്ടി ഇത് പ്രദർശിപ്പിക്കും. ഡോക്ടർമാരുടെ നിന്ന് രോഗികളുടെ നിന്ന് അവരെ കാണാൻ വന്നിരുന്നത് 10 രൂപ വെച്ച് മേടിക്കും. ഡിസംബർ സ്കൂളിൽ പ്രദർശിപ്പിക്കും. എന്തോരം പൈസ കിട്ടും? പിന്നെ മൊബൈല്, തിയേറ്റർ, ലുലു മാള്, ഷോപ്പിംഗ് മാള്, ബാക്കി എത്ര കിടക്കുന്നത്? ആരെ വാരിക്കൊണ്ടു? എനിക്കും ആ ഒരു ധൈര്യമുണ്ട്. മാർക്കറ്റിംഗ് ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലാ കണ്ണാശുപത്രിയിലും എല്ലാ കിഡ്നി ആശുപത്രിയിലും നമ്മൾ പ്രദർശിപ്പിക്കും. അത് തന്നെ. അത് കേരളത്തിനകത്ത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് ബോംബെ, ഡൽഹി അവിടെയൊക്കെ പ്രദർശിപ്പിക്കാം. അപ്പോൾ അത് ഞങ്ങളുള്ള ആളുണ്ട്. അപ്പോൾ അതെല്ലാം ആ സൈഡെല്ലാം ഓക്കെ. ഇനി പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഫുഡിന് 2,00,000 രൂപ. 2,00,000 രൂപയെ? ആ, ബാക്കി എല്ലാത്തിനും കൂട്ടിയിട്ടിട്ട് ഫുഡിന് മാത്രം എന്തോ നിങ്ങൾ കുറച്ചത്? ഫുഡിന് 2 പോരാ, ഒരു 3 രൂപ ഫുഡിന് ഇടണം. ഫുഡിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല മച്ചമ്പി. ഇല്ല റൊണാൾഡേ, ഫുഡ് 2 രൂപയൊക്കെ മതി. നമുക്ക് അതിനകത്ത് നമ്മളെ ക്രൂവിനെല്ലാം കൂടെ അഡ്ജസ്റ്റ് ആക്കാം. അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ക്രൂ പട്ടിന് കിടക്കുമല്ലോ. അല്ല, ഇതിനകത്ത് നിങ്ങൾ വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് നായകനെ കുറിച്ച് നായകന്റെ ബഡ്ജറ്റും പൈസയൊന്നും പറഞ്ഞിട്ട് നമുക്ക് പുതിയ നായകനെ തന്നെ കിട്ടും. പുതിയ നായകനെ തന്നെ കിട്ടും. 19ാം നൂറ്റാണ്ടിൽ ഇപ്പൊ ഷിജു വിൽസൺ പുള്ളി ഒന്ന് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരും. ഒന്നും പേടിക്കേണ്ട ആവശ്യം. അത് പറ്റില്ല. അല്ല, അത് ശരിയാകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം പട്ടിണി മൂലം കിഡ്നി വയ്ക്കാൻ നടക്കുന്ന ഒരാളാണ്. ഇത്രയും വലിയ ജിമ്മും മറ്റുണ്ടാവും പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. നൂല് പോലെ ഒരാളായിരിക്കും. പക്ഷെ അല്ല, കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഒരു കാര്യം ചെയ്താൽ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തൊക്കെയാണ്. അയാൾ കുഴപ്പമില്ല. പക്ഷെ അയാൾ നാളെ മുതൽ പട്ടിണി കിടന്നോളാൻ പറയാം. നമുക്ക് ഇങ്ങനെ ആകണം. എല്ലാവരുമായിട്ടുള്ളൊരു ഇതാണ്. കിഡ്നിയായിട്ട് നടക്കണതാണ് നമ്മുടെ കഥാപാത്രത്തിന് വേണ്ടി ഒരു കോംപ്രമൈസ്. പിന്നെ അയാൾക്ക് പ്രത്യേകം പറയണം, ഒരു ലിപ് ലോക്ക് ഉണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറയണം. അത് വേണോ എനിക്കത് കഥയുടെ ഗതി മറന്ന ട്വിസ്റ്റ് അല്ലേ? പക്ഷെ നമ്മളെ കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുടുംബക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി വിൽക്കാനായിട്ട് പൂനെക്ക് ഫ്ലൈറ്റിൽ പോകുന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് ഈ നായകന് അയാളുടെ ഭാര്യയും തമ്മിൽ ഒരു ലിപ് ലോക്ക്. സൂപ്പർ. ലിപ്പ് ലോക്കായിരിക്കുന്നിടത്ത് നമ്മൾ ഇന്റർബെൽ ഇങ്ങനെ എഴുതി കാണും. ഇപ്പം നോക്കാം. ഇനിയിപ്പോൾ നായകൻ ചെയ്തില്ലേ നമ്മൾ CG ചെയ്യാം. CG ചെയ്തോ സൂച ചെയ്തോ ലിപ് ലോക്ക് കറക്റ്റായിരിക്കും. ഇവിടെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് ചെയ്യാന്ന് കേട്ടോ. ഒറിജിനലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സാറുമായിട്ട് പറഞ്ഞോ ബഡ്ജറ്റ് ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മറ്റൊന്ന് നമുക്ക് പൂജ വയ്ക്കാം. മറ്റന്നാൾ. ഓക്കെ.